ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ഉച്ചയുറക്കം ഉറങ്ങിയിട്ടോ ഞാനും പൂജിറ്റിയും കൂടെ. കാരണം കുട്ടി ക്രിസ്മസ് കരോളിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കിടന്ന് അടിപൊളിയായിട്ട് ഉറങ്ങി. കുറേ ദിവസത്തിന് ശേഷം ഉച്ചയ്ക്ക് ഇങ്ങനെ അടിപൊളിയായിട്ട് ഉറങ്ങുക. അപ്പോൾ ഇനി ഉറങ്ങി നീറ്റിട്ട് ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. ഉറങ്ങി നീറ്റൊരു വിശപ്പ് കൂടുതലാണല്ലോ അല്ലേ. അപ്പോൾ കാര്യമായിട്ട് ഇപ്പോൾ ബേക്കറിയും കാര്യങ്ങളൊന്നും നമ്മളിവിടെ കൊടുന്ന് വയ്ക്കാറില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് അരിമണി വറുത്തിട്ട് ഉണ്ടാക്കാം. അരിമണി ചായ അല്ലെങ്കിൽ അരിമണി ഉണ്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷമാണ്. പിള്ളേരവിടെ കളിക്കുന്നുണ്ട്, അതാണ് ശ്രദ്ധ ഒന്ന് അങ്ങോട്ട് പോയി. കാരണം കുട്ടി സൈക്കിളിൽ. അപ്പോൾ അരിമണി ചായ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്കത് ഉണ്ടാക്കുകയും ചെയ്യാം. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടാവും ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഈവനിങ്ങിലെ കുഞ്ഞു വിശേഷമായിട്ടോ. 4 മണി കഴിഞ്ഞു, 5 മണി കഴിഞ്ഞു. അപ്പം നമുക്കത് ഉണ്ടാക്കാം. 5 മണിയാവണുള്ളൂ. ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സമയം നോക്കിയിട്ടില്ല, വേഗം പോകുന്നത്. അപ്പം പിന്നെ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് അരിമണി ഉണ്ടാക്കിയിട്ട് കാണാം. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അടുപ്പിൽ തന്നെ ഇതാണ് കേട്ടോ. ഗ്യാസ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയാൻ, നമുക്കൊരു പെട്ടെന്നൊരു ചായ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം കത്തിച്ച് പിടിപ്പിച്ച് ഉതിപ്പാടി വരുമ്പോഴേക്കും കുറച്ച് നേരമാവും. ഇല്ലെങ്കിൽ നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ ഇതാണ് അടിപൊളി. ഇനി ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ സംഭവങ്ങൾ നമുക്ക് റെഡിയാക്കാനൊന്നും ഇല്ല കേട്ടോ. അപ്പം അത് കാരണം വലിയ കൊള്ളിയൊന്നും വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇത് ഓലക്കൊടി തന്നെ കത്തിച്ചിട്ട് വേഗം കണ്ട് അരിമണി വറക്കാമെന്ന് വിചാരിച്ചു. ഒരു കുഞ്ഞു കൊള്ളി ഞാൻ വെച്ചു കൊടുക്കാം. കൊള്ളി എടുത്തിട്ട് തന്നെ കേട്ടോ. എന്താണ് ഒറ്റ ചാട്ടിന് അടിച്ചു വരാം പെട്ടെന്ന്. സോപ്പിങ്ങാ ഇത് ഒരു നാടി, ഇതിനൊരു നാടി കേട്ടോ ഞാൻ എടുക്കുന്നത് വറക്കാൻ വേണ്ടിയിട്ട്. തോട്ടിൽ ചാടാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സോപ്പിങ്ങിനാണ് കേട്ടോ. അപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞതായിരുന്നു. ഇന്ന് രാവിലെ പോയോ? അന്ന് രാവിലെ പോയിട്ടില്ല, പക്ഷെ രാവിലെ ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഉച്ചയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും അത് കഴിഞ്ഞ് വന്നാൽ പിന്നെ അടുത്ത കളി പിന്നെ തോട്ടിൽ ചാടില്ല, അങ്ങനെ നടക്കില്ല പറഞ്ഞിട്ട് പോകണ്ടെന്ന് പറയാറില്ല കേട്ടോ, പോവാറുണ്ട്. അപ്പം ഇപ്പം ഈ നേരത്ത് പോകണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു കുട്ടി കുളിക്കാൻ വന്നിട്ടുണ്ട്. അപ്പം അവൻ വന്നൊന്ന് പറഞ്ഞാൽ ഞാൻ വിടില്ല, കൂടെയുള്ള കുട്ടികൾ വന്നു കഴിഞ്ഞാൽ. അപ്പം അതിന് മുമ്പ് അതൊന്ന് മയക്കിയിട്ട് പോയിരിക്കുക. സോപ്പിങ്ങിൻ്റെ ഉസ്താദാണ് അവൻ. അവൻ്റെ കാര്യം നേടാൻ വേണ്ടിയിട്ട് വല്ലാണ്ട് സോപ്പിടും. അപ്പോൾ ഇതൊന്ന് കത്തിപ്പിടിക്കട്ടെ. ഇതില്ലേ, ഇത് മിക്കതും എൻ്റെ ഒക്കെ ചെറുതിലൊക്കെ അമ്മതും ഉണ്ടാക്കി തരാൻ അന്നൊക്കെ മിക്സിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് വറുത്തിട്ട് വറുത്തിട്ട് ചായയില് ഈ തേങ്ങയും കൂടെ ഇട്ടിട്ട് ചെറുതില് തുടങ്ങിയിട്ടുള്ള സംഭവം. പിന്നെ വെള്ളി ചൊവ്വ ഉണ്ടാക്കില്ല. എനിക്കെന്തോ അമ്മമ്മയൊക്കെ പറയും വെള്ളിയാഴ്ച ചൊവ്വാഴ്ച നമ്മൾ അരിമണി വറക്കാൻ പാടില്ല, ലക്ഷണക്കേടാന്ന് പറയും. അപ്പൊ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ഞാൻ ചെയ്യാറില്ല. ഇപ്പൊ കുറച്ചധികമായി ചെയ്തിട്ട്. ഇപ്പൊ 2-3 പ്രാവശ്യം ഞങ്ങൾ ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോകണം. അരിമണി ചായയും വറക്കാന്ന് പൂജിട്ടി പറഞ്ഞിട്ട് പിന്നെ അതിനങ്ങനെ പറ്റാതല്ലേ. പിന്നെ ഗ്യാസ് തീർന്നു. പിന്നെ ഫുഡ് ഉണ്ടാക്കുമ്പോ പിന്നെ ഒക്കെ ഒറ്റയടിക്കൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ ഫുഡ് കഴിക്കുമ്പോഴേക്കും ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിയുമല്ലോ, ആ പണി കഴിഞ്ഞ് തീരുമ്പോഴത്തേക്കും. അപ്പൊ എന്താന്ന് വെച്ചാല് ഇത് അപ്പൊ പിന്നെ ഇതിന് മെനക്കെടാൻ നിൽക്കല്ല. പിന്നെ ഇത് ഉണ്ടാക്കാം. ഡെയിലി നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ചായയും കടിക്കൊന്നും അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പുറത്ത് പോകുമ്പോ പൊരിക്കടി ചായ എന്തെങ്കിലും പൂതിയാകുമ്പോ കഴിക്കാന്നല്ലാതെ അങ്ങനെ. പിന്നെ ദോശമാവൊക്കെ ഉണ്ടാവുമ്പോ നല്ല മിക്കതും ദോശമാവ് ഉണ്ടാവും. അപ്പൊ അത് കഴിച്ചിട്ട് വല്ല കുത്തപ്പോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ബേക്കറി ഐറ്റംസ്, പൊരിക്കടി, ആ സാധനങ്ങളൊന്നും നമ്മൾ ഡെയിലി വീട്ടിൽ ചെയ്യാറില്ല, വല്ലപ്പോഴൊക്കെ ചെയ്യാറുള്ളൂ. ബേക്കറി ഐറ്റംസ് അത്രയില്ല. വിരുന്നേരം ആരെങ്കിലും വരണം ബേക്കറി ഐറ്റംസ് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ അതെടുത്തടാ പോലെ ഇതിട്ട് കൊടുത്തിട്ട് അരി കൊടുത്തു ഞാനേ. ഇത് ഇങ്ങനെ ഇളക്കി ആക്കണം. എന്നിട്ട് ഇതായിട്ട് നമുക്ക് ചൂടാറാൻ വെക്കുമ്പോഴേക്കും നമുക്ക് നാളികേരം ചേർക്കുകയും ചെയ്യാം. ഇനി ഇതാവട്ടെ കേട്ടോ. ഞങ്ങൾ ഇന്ന് മൂന്നാക്കൽ പള്ളിക്ക് പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. കുറേ ദിവസം, ഒരു 10-20 ദിവസമായില്ലേ പോണമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നീണ്ടു പോകണം. അതിൻ്റെ തിരികെ കത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ദിവസമായി പോകണമെന്ന് വിചാരിച്ചു. ഒന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് പോകാൻ പറ്റാണ്ടേ പോകും, ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ അങ്ങനെ തട്ടി തടസ്സമായിട്ട് പോകും.
ഇനി ഈ ആഴ്ചയിൽ പോകണമെന്ന് വിചാരിക്കുന്നു. ഈ ആഴ്ചയിലല്ല, ഈ ആഴ്ച കഴിഞ്ഞല്ലോ, അടുത്ത ആഴ്ചയിൽ പോകണമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ ഇളക്കണം കേട്ടോ, കുറേ നേരം കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒക്കെ പൊട്ടി റെഡിയായി സെറ്റ് ആവും കേട്ടോ. വീട്ടിൽ പോകാനുള്ള ഞാൻ വീട്ടിൽ പോകണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അവിടെ എടുത്തമ്മയും ഏട്ടൻ്റെ വൈഫും അനിയൻ്റെ വൈഫും പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ എന്തും നിലക്കേട്ട് അവരെ വീട്ടിൽ പോയിരുന്നു. ഞാൻ അവർ വെക്കേഷൻ സമയത്ത് പോയ പിള്ളേരെല്ലാവരും കൂടെ കാണിക്കാമല്ലോ. മറ്റത് ഞങ്ങൾ പോണ സമയത്ത് ഏട്ടനും അനിയനും ഉണ്ടാവില്ല, അല്ലെങ്കിൽ പിള്ളേരുണ്ടാവില്ല, സ്കൂളിലാവും, ബാക്കിയുള്ളവരേ വരുള്ളൂ. പിന്നെ നമ്മൾ പെട്ടെന്നൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് വീഡിയോയിൽ അതും അറിയില്ലല്ലോ നിൽക്കാൻ പറ്റുമോ, താല്പര്യം, അതൊന്നും ചോദിച്ചിട്ടുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അമ്മയ്ക്കൊന്നും ഏട്ടനും അനിയനൊന്നും സീനില്ല. മറ്റവരെ ഏട്ടനെയും ശ്രുതിനെയൊന്നും കാര്യം ചോദിച്ചിട്ടുമില്ല. അപ്പം നമുക്ക് അവരൊക്കെ ചോദിച്ചിട്ട് ഒക്കെ ഓക്കെ ആക്കിയിട്ട് അവർ വീട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് എല്ലാവരും കൂടെ കൂട്ടിയിട്ട് ഒരു വീഡിയോ എടുക്കണം കേട്ടോ. ഞാനത് വിചാരിച്ചിട്ട് കുറേ ആയിട്ടോ. ഇനി അമ്മമ്മ നാളെ വരുന്നുണ്ട്. അമ്മ നാളെ വരാമെന്ന് പറയുന്നു. അപ്പൊ അവിടെ ഒന്നുമില്ല, വന്നിട്ട് വന്നാലും അമ്മ ഈ പറഞ്ഞ പോലെ പൂച്ച അമ്മ പോവും കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അമ്മ പോവും. ചെക്കന്മാരെ അവിടെ പണിക്ക് കഴിഞ്ഞ് അവർ വർക്ക് കഴിഞ്ഞ് വരുമ്പോഴേക്കും അവിടെ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ പോവും. പാട്ട് വെച്ചു, അമ്പലത്തിൽ പാട്ട് വെച്ചു. 5:30 ആയിട്ടുണ്ടാവും. 5:30 പാട്ട് വയ്ക്കാൻ. 5:30 5:15 5:30 കഴിഞ്ഞിട്ടുണ്ടാവും. അടുപ്പത്ത് ഭയങ്കര ചൂടാ. സ്വതവേ എനിക്ക് ചൂട് ഭയങ്കര വേഗം എനിക്ക് ഇതാവും. ചൂട് എനിക്ക് പറ്റുകയല്ല. അതിന് ചൂട് പറ്റില്ല പറഞ്ഞിട്ട് നമ്മൾ അടുപ്പത്ത് നിൽക്കാനൊന്നും ഇരിക്കാനൊന്നുമില്ല. പക്ഷെ അത് മറ്റേ ഗ്യാസിനെക്കാട്ടിലും കൂടുതലാണല്ലോ നമ്മൾ അടുപ്പത്തൊക്കെ. അടുപ്പത്ത് ഗ്യാസ് ഇല്ലാത്തവരൊക്കെ നമുക്കിപ്പോ എന്തെങ്കിലും ഒരു മാർഗം ഇല്ലാത്തോണ്ടല്ലേ, അല്ലെങ്കിൽ ഇപ്പൊ ഗ്യാസിന്റെ തന്നെ പഴയ ആൾക്കാരൊക്കെ. ഇതിന്റെ ഒരു ടേസ്റ്റ് വേറെ കേട്ടോ. അതെല്ലാ ബെഡിലും നമുക്ക് ടേസ്റ്റും അങ്ങനെ തന്നെ. മീനൊക്കെ വറക്കണ ടേസ്റ്റ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഗ്യാസിനെക്കാട്ടും ടേസ്റ്റ് കൂടുതൽ അടുപ്പത്ത് കഴിയുമ്പോൾ തന്നെയാണ്. അപ്പം അത് റെഡിയായി. ഇനി കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിയും. അപ്പോൾ ഇത് ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ആക്കിയെടുക്കാനേ പറ്റുള്ളൂ. ഒരു മിനിറ്റ്. മതി കേട്ടോ. അത് റെഡി. ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഇതിങ്ങനല്ലേ അമ്മമ്മയൊക്കെ ഈ പൊട്ടണ ചില്ലിൻ്റെ കുപ്പിയില്ലേ, ഇതിൽ വറുത്തിട്ട് ഇങ്ങനെ ആക്കി വയ്ക്കും. ഇത് ചൂടാറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടുണ്ട്, അത്യാവശ്യം ചൂടുണ്ട്. ഇത് ചൂട് മാറിയാലാണ് നമുക്ക് ഇത് പൊടിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് അതിലേക്ക് നാളികേരം ചിരകി വെക്കാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഉറുമ്പ് അവിടെ എന്ത് വെച്ചാലും ഉറുമ്പാട്ടോ. ഇത് ചിരകിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും അപ്പോൾ ഇത് ചിരകിയിട്ടുണ്ട്. ഞാൻ 2 മുറി നാളികേരം, ഒരെണ്ണത്തിലും മൊത്തം ഉണ്ടായിരുന്നില്ല, എന്നാലും കുറച്ചധികം നാളികേരം. ഇതിന് കുറച്ചധികം നാളികേരം വേണ്ട. നമ്മൾ ഉണ്ടയാക്കുമ്പോൾ ഇത് പൊടിച്ചെടുക്കാം. നമുക്ക് ഉണ്ടയാക്കാനുള്ളത് സെറ്റ് ചെയ്യാം. മിക്സി എടുക്കട്ടെ കേട്ടോ. ഇത് മിക്സിയുടെ ജാറിലേക്ക് അരിമണി ഇട്ട് കൊടുക്കും. ഇത് ചൂടൊക്കെ മാറി കേട്ടോ. ചൂട് മാറിയിട്ട് ചെയ്യണം. ഇതൊരു 2 ട്രിപ്പാക്കിയിട്ട് പൊടിച്ചു കൊടുക്കേണ്ടി വരും തോന്നുന്നു. നോക്കട്ടെ. നോക്കട്ടെ കേട്ടോ. ഇതാദ്യം പൊടി ഒറ്റ ട്രിപ്പ് തന്നെ ആക്കാം. മൊത്തം ഇട്ട് കൊടുത്തു. പൊടിഞ്ഞ് വരുമ്പോൾ പ്രത്യേക ഒരു മണം കേട്ടോ. ഇതാട്ടോ നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ നാളികേരം ഇട്ടിട്ട് അടിച്ചു കൊടുക്കാം. ഇതിൽ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ നാളികേരത്തിൻ്റെയും പിന്നെ നമ്മുടെ ശർക്കരയുടെ ഒക്കെ കൂടെ, ശർക്കര ഉരുക്കി കാച്ചിട്ട് ചെയ്യണവരുണ്ട്. ഞാൻ ഉരുക്കി കാച്ചാൻ വേണ്ടിയിട്ട് ഇപ്പം മെനക്കിടണില്ല. ചിരകിയ അത് കിട്ടില്ല, അതാട്ടോ. ഒരു പ്രത്യേക സ്മെല്ല. ഇനി ഇതിലേക്ക് പാകത്തിന് ശർക്കര ഇട്ട് കൊടുക്കുക കേട്ടോ. ശർക്കരയാണേ, ഇങ്ങനെ ചീകി വെച്ചതാ. അതിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ അടിക്കും. റെഡിയായി. ഇനി ഇതിലേക്ക് ഇങ്ങനെ പൊട്ടി കൊടുക്കട്ടത്. ഇനി ഉണ്ടാക്കുമ്പോൾ കാണിച്ചതേ. ഇതാട്ടോ മൊത്തം പൊടിച്ച് വെച്ചിട്ടുണ്ട്. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് ഇവിടെ പാകാട്ടോ. ഇനി ഇതിൽ എക്സ്ട്രാ ഒരു വെള്ളത്തിൻ്റെ ആവശ്യമില്ല.
ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരുമിച്ച് അടിച്ചുകൊണ്ട് പിന്നെ എല്ലായിടത്തും അതിൻ്റെ മധുരവും തേങ്ങയും എല്ലാം റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഇതിങ്ങനെ ഉരുട്ടി ഇനി ഉണ്ടാക്കി വയ്ക്കുക. ഇത് ഓരോ വലുപ്പമാണ് കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ അടിയാവും. വലുതിരിക്കി ചെറുതിരിക്കി പറഞ്ഞിട്ട് അപ്പോൾ ഇതാക്കി വയ്ക്കും. അമ്മയൊക്കെ ചെറുതില്, അമ്മയൊക്കെ പണ്ടൊക്കെ വറുത്തിട്ട് ഇങ്ങനെ കുപ്പിയില്ലേ, നമ്മുടെ ഹോർലിക്സ് കുപ്പി, പൊട്ടാത്ത കുപ്പികൾ, അതുപോലെ നമ്മുടെ തൂക്കുപാത്രം, അങ്ങനത്തേലൊക്കെ ആക്കി വെക്കും. അപ്പം പിന്നെ നമുക്ക് കുറച്ച് ദിവസമൊക്കെ എടുക്കാം. അങ്ങനെ അത് മുരുന്നനെ വിടാണ്ട് ചതയാതെ അങ്ങനെ കിട്ടും. കട്ടൻ ചായ റെഡിയാ. ഇനി നമുക്കിത് വിളക്ക് കൊളുത്തണം. അതിൻ്റെ മുന്നേ ആയിട്ട് ചായ കുടിക്കണം, അല്ലെങ്കിൽ പിന്നെ വിളക്ക് കൊളുത്തി കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. എന്തായാലും ടൈം ആവണുള്ളൂ, പെട്ടെന്ന് ചായ കുടിക്കാം. ഇപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ, സെറ്റായിട്ടുണ്ട്. ഇനി ചായ കുടിക്കാം, കട്ടൻ ചായ കൂട്ടിയിട്ട് കുടിക്കാം കേട്ടോ. കട്ടൻ ചായ എടുക്കട്ടെ, നമുക്ക് ഉമ്മർത്ത് പോയിരുന്ന് കുടിക്കാം. ബൈ. അങ്ങനെ ഞാനും പൂജിറ്റിയും കൂടെ ഉമ്മർത്ത് വന്നിരുന്നിട്ട് ചായ കുടിക്കുകയാണെ. അപ്പോൾ ഞാൻ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴാണ് നമ്മുടെ അമ്പലത്തിൽ പാട്ട് വെച്ചത് അതിനകത്ത് കേൾക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം ഞാൻ അതൊരു പ്രശ്നം വരണ്ട, ഇതിനകത്ത് ഇനി അതൊരു പ്രശ്നം വരണ്ട വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുത്തിരിക്കുകയാണേ. അങ്ങനെ ഈ അരിയുണ്ടയും ചായയും കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ടിരുന്ന് വൈകുന്നേരം ചായയൊക്കെ കുടിച്ചു. കണ്ണൻകുട്ടി വന്നിട്ടില്ല കേട്ടോ, അവൻ വന്നിട്ട് ഞാൻ ഒരു ചായ കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ കണ്ണൻകുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവനോട് വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കണ്ണൻകുട്ടിയാണ് കേട്ടോ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നാമം ചെല്ലാൻ വേണ്ടിയിട്ടൊക്കെ കണ്ണൻകുട്ടിക്കും പൂജട്ടിക്കും മസ്തരായിട്ട് മടിയൊക്കെയാണ്. പിന്നെ ഞാനൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഏമിച്ചിട്ടൊക്കെ അങ്ങനെ നാമം ചൊല്ലും കേട്ടോ എങ്ങനെയെങ്കിലൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റാറാണത്, കുഞ്ഞ് സ്റ്റാറാണ് കേട്ടോ. ഇതിങ്ങനെ കത്തിച്ച് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ ബൈ, സീ യു.